എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെക് ലോകത്തെ ചില നിയമങ്ങളെക്കുറിച്ചാണ്. നമ്മളൊരു ഉപഭോക്താവായിരിക്കുമ്പോഴും പിന്നീടൊരു നിർമ്മാതാവായി മാറുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? നമ്മളിൽ എത്ര പേരിത് ചെയ്തിട്ടുണ്ടല്ലേ? ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നീണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ചു നോക്കാതെ നേരെ പോയി ഐ അഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യും. പക്ഷെ ആ ഒരൊറ്റ ക്ലിക്കിന് പിന്നിൽ എന്തൊക്കെയാണ് നമ്മൾ സമ്മതിക്കുന്നത്? ഒരു സാധാരണ യൂസറിൽ നിന്ന് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ക്രിയേറ്ററിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് വളരെ സിമ്പിളായൊരു കാര്യത്തിൽ നിന്നാണ്, ഒരു ടെക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിൽ നിന്ന്. അതായത് നമ്മളൊരു കടയിൽ പോയി പൈസ കൊടുത്ത് ഒരു ഫോൺ വാങ്ങുന്നു. ആ നിമിഷം ആ ഫോണിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നമ്മുടേതായി. പിന്നെ അത് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം, അല്ലേ? ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. പക്ഷേ ഒരു ഉപകരണം വാങ്ങിയാൽ മാത്രം മതിയോ? പോരാ. അതിന് പിന്നിൽ ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. നമ്മളെ സംരക്ഷിക്കാനും ചിലപ്പോൾ നിയന്ത്രിക്കാനും. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിലാദ്യത്തേതാണ് ലൈസൻസ്. ശരിക്കും പറഞ്ഞാൽ ആ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ ലെറ്ററാണിത്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒന്നാണ് DRM, അതായത് ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെന്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഓൺലൈനായി വാങ്ങിയ ഒരു ബുക്ക് എന്തുകൊണ്ട് ഫ്രണ്ടിന് അയക്കാൻ പറ്റുന്നില്ല എന്ന്? അതാണ് DRMന്റെ പണി. അതിന്റെ കോപ്പികൾ ഉണ്ടാക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. അടുത്തതായി വരുന്നത് വാറന്റിയാണ്. ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒന്നാണല്ലേ? ഇത് ശരിക്കും നിർമ്മാതാവ് തരുന്ന ഒരു ഉറപ്പാണ്. തങ്ങളുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ളതാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരത് ശരിയാക്കി തരുമെന്നുമുള്ള ഒരു വാഗ്ദാനം. വാറന്റി തന്നെ 2 തരമുണ്ട്. ഒന്ന് എക്സ്പ്രസ് വാറന്റി, അതായത് ബോക്സിന്റെ പുറത്തോ ഗൈഡിലൊക്കെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ള ഉറപ്പ്. എന്നാൽ മറ്റൊന്നാണ് ഇംപ്ലൈഡ് വാറന്റി. ഇത് എവിടെയും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിയമപരമായി അത് നിലനിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ടോസ്റ്റർ വാങ്ങിയാൽ അത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് എഴുതി തന്ന ഒരു ഉറപ്പിന്റെ ആവശ്യമില്ല. അതാണ് സംഭവം. ഇതുവരെ നമ്മൾ ഒരു യൂസർ എന്ന നിലയിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഗിയറൊന്നും മാറ്റിപ്പിടിക്കാം. വെറും ഉപഭോക്താവിൽ നിന്ന് ഒരു നിർമ്മാതാവായി മാറിയാലോ? അതെ, നമ്മുടെ യാത്രയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയ ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ കിടിലനൊരു ഐഡിയ കണ്ടുപിടിച്ചു എന്ന് വെക്കുക. അത് മറ്റൊരാൾ കോപ്പിയടിച്ചാലോ? നിങ്ങളുടെ ആ ആശയത്തെ എങ്ങനെ സംരക്ഷിക്കും? അവിടെയാണ് ബൗദ്ധിക സ്വത്തവകാശം അഥവാ IPRന്റെ റോൾ വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന ഒരു ചട്ടക്കൂടാണിത്. ഈ IPRന് പ്രധാനമായും 3 തൂണുകളുണ്ട്. ഒന്നാമത്തേത് പേറ്റന്റുകൾ. നിങ്ങൾ പുതിയൊരു യന്ത്രം കണ്ടുപിടിച്ചാൽ അതിന് പേറ്റന്റ് എടുക്കാം. രണ്ടാമത്തേത് കോപ്പിറൈറ്റ്. നിങ്ങൾ എഴുതുന്ന ഒരു കോഡിനോ ഒരു പാട്ടിനോ പുസ്തകത്തിനോ ഒക്കെ കിട്ടുന്ന സംരക്ഷണമാണിത്. മൂന്നാമത്തേത് ട്രേഡ് മാർക്ക്. നിങ്ങളെ ബിസിനസിന്റെ പേരും ലോഗോയുമൊക്കെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയുള്ളതാണ് വ്യാപാരമുദ്രകൾ. അപ്പോ ഒരു ക്രിയേറ്റർ ആവുമ്പോൾ നിങ്ങൾക്ക് 2 വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ സ്വന്തം വർക്കിനെ സംരക്ഷിക്കുക. 2, അതുപോലെ തന്നെ പ്രധാനമാണ്, മറ്റൊരാളുടെ വർക്കിനെ ബഹുമാനിക്കുക എന്നത്. കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒറിജിനലായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ നിമിഷം തന്നെ അതിന് കോപ്പിറൈറ്റ് കിട്ടും. അതിന് പ്രത്യേകിച്ച് എവിടെയും പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കാണ്. മാത്രമല്ല, ആ സംരക്ഷണം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യും. പേറ്റന്റ് എന്നത് ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹവുമായിട്ടുള്ളൊരു ഡീലാണ്. നിങ്ങളുടെ കണ്ടുപിടുത്തം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെല്ലാവർക്കുമായി പറഞ്ഞുകൊടുക്കുന്നു. അതിനു പകരമായി ഒരു നിശ്ചിത കാലത്തേക്ക് അത് ഉണ്ടാക്കാനും വിൽക്കാനുമുള്ള പൂർണ്ണ അവകാശം ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്നു. ഒരു താൽക്കാലിക മോണോപ്പൊളി പോലെ. ഓക്കെ, അപ്പൊ സ്വന്തം വർക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ വർക്ക് ഉപയോഗിക്കേണ്ടി വന്നാലോ? അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യാം? അവിടെയാണ് നമ്മൾ പ്ലേജറിസം അഥവാ കോപ്പി ഐഡിയയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. മറ്റൊരാളുടെ ഐഡിയയോ എഴുത്തോ വാക്കുകളോ കടപ്പാട് വയ്ക്കാതെ നമ്മുടേതാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതിനെയാണ് കോപ്പി ഐഡി എന്ന് പറയുന്നത്. ഇതൊരു തരം ബൗദ്ധിക മോഷണം തന്നെയാണ്. പലരും വിചാരിക്കുന്നത് അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇവിടെ പറയുന്നതുപോലെ നിങ്ങൾക്കത് കോപ്പിയടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അബദ്ധത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപോലെ ഗുരുതരമായിരിക്കും. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? പേടിക്കണ്ട, വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളുണ്ട്. 1,
നിങ്ങൾ വായിച്ച ആശയം നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ മാറ്റിയെഴുതുക. ഇതിനെ പാരഫ്രേസിംഗ് എന്നു പറയും. 2. മറ്റൊരാളുടെ വാക്കുകൾ അതേപോലെ കോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൊട്ടേഷൻ മാർക്കിനുള്ളിൽ കൊടുക്കുക. 3. ഏറ്റവും പ്രധാനം, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വിവരം എടുത്തതെന്നതിന്റെ സോഴ്സ് കൃത്യമായി പറയുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശരി, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങളൊരു ഫിലോസഫി തിരഞ്ഞെടുക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ സൃഷ്ടിയെ ലോകവുമായി എങ്ങനെ പങ്കുവയ്ക്കും എന്ന സുപ്രധാനമായ ഒരു തീരുമാനം. സോഫ്റ്റ്വെയർ ലോകത്ത് പ്രധാനമായും 2 ചിന്താധാരകളുണ്ട്. ഒരു ഭാഗത്ത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഇതിന്റെ ആശയം സ്വാതന്ത്ര്യവും കൂട്ടായ്മയുമാണ്. എന്നാൽ മറുഭാഗത്ത് കുത്തക സോഫ്റ്റ്വെയർ. അവിടെ ഉടമസ്ഥാവകാശത്തിനും നിയന്ത്രണത്തിനുമാണ് പ്രാധാന്യം. ഒന്ന് ഓപ്പണാണെങ്കിൽ മറ്റേത് ക്ലോസ്ഡ് ആണ്. ഇവിടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് സൗജന്യമെന്നർത്ഥത്തിലല്ല, മറിച്ച് സ്വാതന്ത്ര്യം അഥവാ ലിബർട്ടിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് നിർവചിക്കാൻ 4 കാര്യങ്ങളുണ്ട്. അവയാണ് ഈ 4 സുപ്രധാന സ്വാതന്ത്ര്യങ്ങൾ. 0 മുതൽ തുടങ്ങാം. ഏതാവശ്യത്തിനും ആ പ്രോഗ്രാം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം. 1. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനും അതിൽ നമുക്കാവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനുമുള്ള സ്വാതന്ത്ര്യം. 2. അതിന്റെ കോപ്പികൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം. 3. നമ്മൾ മാറ്റം വരുത്തിയ വേർഷനുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതിൽ 1ഉം 3ഉം സ്വാതന്ത്ര്യങ്ങൾ കിട്ടണമെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടണം, അല്ലേ? അതാണതിന്റെ പ്രധാന കാര്യം. അപ്പോ ഈ സ്വാതന്ത്ര്യങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നു എന്ന് എങ്ങനെ ഉറപ്പാക്കും? അതിനൊരു കിഡിലൻ ഐഡിയയാണ് കോപ്പി ലെഫ്റ്റ്. ഇത് കോപ്പിറൈറ്റ് നിയമം തന്നെ ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്. സാധാരണ കോപ്പിറൈറ്റ് നിയന്ത്രണങ്ങൾ വെക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോപ്പി ലെഫ്റ്റ് സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊരു ചെയിൻ പോലെ തുടർന്നുപോകും. അങ്ങനെ ഒരു യൂസറിൽ നിന്ന് ഒരു ക്രിയേറ്ററിലേക്കുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിർത്തുന്നത്. നിങ്ങളുടെ അടുത്ത കിടിലൻ ഐഡിയ ഒരുപക്ഷെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതായിരിക്കാം. നിങ്ങളതിനെ ഒരു പെട്ടിയിലടച്ച് പൂട്ടിവെക്കുമോ? അതോ എല്ലാവർക്കുമായി അതിനെ സ്വതന്ത്രമാക്കുമോ? ആ തീരുമാനം നിങ്ങളുടേതാണ്. ചിന്തിക്കുക.